ഹായ് ഫ്രണ്ട്സ്, കമ്പിളി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ഡെയിലി വ്ളോഗായിരുന്നു കേട്ടോ. അതായത് അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം, അതായത് ഞാൻ രാവിലെ എണീച്ചതും അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടുള്ള, ഞാൻ രാവിലെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അതുകൊണ്ടാണ് വൈകിട്ട് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. രാവിലെ തൊട്ട് എനിക്കിപ്പോൾ ഭയങ്കര മുഖ്യമായിട്ട് ഭയങ്കര കൃഷിയിൽ ഭയങ്കര എന്തിട്ടാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അത് യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസ് കൃഷിയുടെ സത്യം പറഞ്ഞാൽ ആദ്യം എടുത്ത് കണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഒരു തൊര എന്ന് വേണമെങ്കിൽ പറയാം, ത്വര കയറിയിട്ട് ഞാൻ ഇഞ്ചി നടണം, അതുപോലെ പക്ഷെ നടാനുള്ള സ്പേസ് നമുക്കിവിടെ കുറവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എടുത്ത് കാണാം. ഞാൻ നമ്മുടെ വീട് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇത്, കാരണം ഇങ്ങനെ അടുപ്പിച്ചടിപ്പിച്ചാണ് വീടുകൾ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ട് മുറ്റം കുറവാണ്, ബാക്കിലോട്ട് മുറ്റമുണ്ട്, പക്ഷെ വെയിലടിക്കാൻ റബ്ബറും തേക്കും ഒക്കെ നിൽക്കുന്നുണ്ട്. ബാക്കിൽ അത് വെട്ടം, അതായത് വെയിലടിക്കത്തില്ല. അതുപോലെ തന്നെ 2 പട്ടിക്കൂട് ബേക്കിലായിട്ടാണ് വെച്ചേക്കുന്നത്. സൈഡിൽ സ്ഥലം കുറവാണ്. പിന്നെ അങ്ങ് താഴോട്ടാണ് കേട്ടോ. താഴോട്ടാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാട്ടുപന്നി ശല്യമാണ്. അപ്പം നമുക്കൊന്ന് സ്വാഭാവികമായിട്ടും കൃഷി ചെയ്യാനുള്ള സ്ഥലമില്ല. പിന്നെ ഫ്രണ്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കുറേ ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെയും അത് കാറ് കയറ്റി മുറ്റത്തിട്ടിട്ടുണ്ട്. അവിടെ ഈ മറ്റേ സംഭവം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് വെട്ടം അവിടെയും കിട്ടത്തില്ല. ഈ കാർ പോർച്ചാണത് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെയും വെട്ടം കിട്ടത്തില്ല. പിന്നെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എല്ലാ ചെടികളൊക്കെ വെച്ചേക്കായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് കൃഷി ചെയ്തുകൂടാ, അതും വീടിൻ്റെ മണ്ടയിൽ 2ാമത്തെ നിലയിൽ എന്തുകൊണ്ട് കൃഷി ചെയ്തുകൂടാ. ആദ്യമൊക്കെ വിചാരിക്കുന്നത് എങ്ങനെ കൃഷി ചെയ്യും എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലല്ലേ, അതുപോലെ തന്നെ പിന്നെ രാവിലെ എണീച്ച് സത്യത്തിൽ കഴപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര കഷ്ടപ്പാടല്ലേ, ഇവിടെ നിന്ന് രാവിലെ എണീച്ച് മണ്ടയിൽ പോകണം, വെള്ളം ഒഴിക്കണം, തിരിച്ച് പോയി എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് വൈകിട്ട് വീണ്ടും അതേപോലെ പോയി വെള്ളം ഒഴിക്കണം, പാട്. അതുകൊണ്ട് ആലോചിച്ചപ്പോഴത്തേക്ക് ഭയങ്കര പാടായിട്ട് തോന്നി. പക്ഷേ ഇപ്പം ഞാൻ ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ കുറേ ടൈം നമ്മൾ രാവിലെയൊക്കെ കുറേ ടൈം ചെടികളുടെ അല്ലെങ്കിൽ ഈ കുറേ ഇപ്പോൾ പറഞ്ഞാൽ ഒരു മാസം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ചെടികൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതെനിക്ക് തോന്നി. ഇതിനു മുമ്പ് ഞാൻ രാവിലെ എണീക്കുന്നു, ഫോണിൽ കുത്തുന്നു, ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, പോകുന്നു. ഒരു ദിവസം പിന്നെ ഇതെല്ലാം എണീച്ച് കോളേജിൽ പോകുന്നു, വരുന്നു, സമയം ഒന്നിനും കിട്ടാറുമില്ലായിരുന്നു അതിന്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനുള്ള സമയമുണ്ട് എല്ലാത്തിനും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു ഇതിലൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത്. ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. നിങ്ങൾ എന്തായാലും പോയി ഫുൾ വീഡിയോ കണ്ടിട്ട് വാ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാനും, അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ രാവിലെ ഞാൻ എണീറ്റൊന്ന് ഫ്രഷായി തലമുടിയായി കെട്ടിയിട്ട് രാവിലെ എന്നിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ മുറ്റം തൂത്ത് ഫുള്ളൊന്ന് 4 സൈഡ് മുറ്റമൊക്കെ തൂത്തിട്ടൊന്ന് ജസ്റ്റ് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് അതിനേക്ക് ഒന്ന് നോക്കി, ചെടിക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് വളർന്നു നിൽക്കുന്നതിൽ വെട്ടിക്കളയാനോ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ നേരെ വിചാരിച്ചെന്നാൽ അത് ഞാൻ വിത്ത് ഇട്ട് അതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊക്കെ മീറ്റർ പയറിൻ്റെയും വെണ്ടക്കയുടെയും അത് പിന്നെ മുളകിൻ്റെയും ഈ ചെടിച്ചട്ടി ഇരിക്കുന്നത് എന്തെന്നോ എനിക്ക് തന്നെ അറിയത്തില്ല, എന്തിൻ്റെ ആയിരുന്നു. അതിനെല്ലാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എന്നിട്ട് കഴിഞ്ഞ ദിവസം കഴുകിയ തുണികൾ ഫുള്ളായിട്ട് ഉണങ്ങിയിലായിരുന്നു. അത് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്തപ്പോഴത്തേക്ക് ആ തുണി വാരിക്കൊണ്ടിട്ടപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അതിനെ എടുത്ത് വിരിച്ച് ഞാനും അമ്മയോടും കേട്ടാണ് പോയത്. എന്നിട്ട് നമ്മൾ രണ്ടും കൂടി അതിനെ എടുത്ത് വിരിച്ചു. ആ ടൈമിൽ ഇങ്ങനെ അമ്മ പറഞ്ഞു ഇങ്ങനെ കോളം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ മനസ്സിന് എന്തോ ഭയങ്കര ഒരു കുളിർമയാണ് എന്ന് കുറച്ചൊക്കെ പറഞ്ഞ് നമ്മൾ അതിനൊക്കെ വീഡിയോ എടുത്തു. എന്നിട്ട് ഇതൊക്കെയാണ് ഇപ്പോൾ കൃഷി നിലവിൽ ഇത്ര കറക്റ്റായിട്ട് ഞാൻ എല്ലാത്തിനും നട്ടതും ഇതെല്ലാം ഇതാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ച ശേഷം ഒരു നെല്ലിയുടെ തൈ കിട്ടിയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ കമ്പ് ഊന്നി വെക്കുന്നതെന്ന് വെച്ചാൽ സ്കൂബീനെ ഈ സൈഡിൽ കൂടിയാണ് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവൻ ഫുള്ള് ചവിട്ടി ഇതിനെ ഒടിച്ച് കളയുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ കമ്പൊക്കെ കുത്തി, അങ്ങനെ കണ്ടെങ്കിലും ഒരു പക്ഷേ ഇത് ചവിട്ടാതിരുന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇത് കുത്തി ഇങ്ങനെയൊക്കെ ഇറക്കി വെക്കുന്നത്. ഇത് കിട്ടുമോ, ഇത് നന്നായി വരുമെന്നോ അതിൽ വളരുമെന്നോ എനിക്കറിയത്തില്ല. എന്തായാലും
ഓരോ ദിവസം ഓരോ ഫ്രൂട്ട്സിൻ്റെ ഇത് തൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട് എന്തായാലും കുറേ വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അതൊന്ന് കായൊക്കെ എടുത്ത് കഴിക്കാമല്ലോ എന്നുള്ളൊരിതിലാണ് ഞാൻ ഇപ്പോഴേ എല്ലാം നടന്നത് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കമ്പൊക്കെ കുത്തി വേലി കണക്ക് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അതുവഴി പോയപ്പോൾ അമ്മ നട്ട ഇഞ്ചിനെ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാമെന്ന് വിചാരിച്ചു. എന്തായാലും നിൽക്കില്ലേ, അത് കുറച്ച് മണ്ണൊക്കെ വെട്ടിയിട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ സ്കൂബീനെ ഇറക്കി സ്കൂബീയുടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവനെ നടത്തിച്ച് എന്നിട്ട് അവനെ കൊണ്ട് കൂട്ടിക്കയറ്റാൻ നേരത്തായിരുന്നു അവൻ്റെ ബഹളങ്ങൾ ഫുള്ള്. അതായത് ഇങ്ങനെ കൂട്ടിലിങ്ങനെ കുറേ നേരം ഇങ്ങനെ ചാടിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ രണ്ട് വശത്തൂടെയും തുപ്പലൊക്കെ ഇങ്ങനെ വരുന്നത്. അത് കണ്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി. ആ സമയത്തും അവന് കുളിക്കണം. അതായത് കുളിക്കുന്നതിൽ എന്തോ ഒരു ഭയങ്കര കൈവശം കൊടുത്ത പട്ടിയാണ് കേട്ടോ. നമ്മളത് മറ്റേ ചീങ്കണ്ണീരെ കുട്ടിയാണെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അവന് തന്നെ അറിയത്തില്ല. ഇങ്ങനെ കിടക്കും, നമ്മളെപ്പോഴും ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ട്. എനിക്കറിയാം പട്ടിയൊക്കെ ഇങ്ങനെ സാധാരണ നനവുള്ള സ്ഥലത്ത് കിടത്തിക്കൂടെ, കാരണം നമുക്ക് 4 പട്ടി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അറിവ് എന്തായാലും ഉണ്ട്. പക്ഷേ ഇവന് ഭയങ്കര ചൂടായിട്ട് ഭയങ്കര വെപ്രാളം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ പട്ടി ഉള്ളവരിങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല കേട്ടോ. ചെയ്തുകൂടെ അവരിങ്ങനെ ഇവരെ വയറ്റിൻ്റെ അടിവശത്തായിട്ട് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഇവനെ ഇറക്കി തോർത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പക്ഷേ ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി. അതൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ ഒരു തലമുടിയിലിടാനായിട്ടൊരു പാക്ക് ഉണ്ടാക്കിയായിരുന്നു. ജസ്റ്റ് തലമുടി നല്ല ഷൈനിങ് ആവാനായിട്ടാണ്. അപ്പോൾ ഈ പാക്കിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇടാം. അമ്മയ്ക്കാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ അമ്മ ഗെയിമും കളിച്ചിരിക്കുന്നു. എന്നിട്ട് പോയി കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് ഞാൻ ഇരുന്ന് ചായ കുടിക്കണം കേട്ടോ. ചായയുടെ നല്ല കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കും ചായയും കൂടി ഞാനും അമ്മയും കൂടി കാര്യമൊക്കെ പറഞ്ഞ് ഇന്നത്തെ വിശേഷങ്ങളും അതൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും കൂടി ഇങ്ങനെ ഇരുന്ന് അത് കേക്കും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് എനിക്ക് തന്നെ കണ്ടാലെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അത് സ്വയമായിട്ട് ടി വിയിൽ എൻ്റെ വീഡിയോ ഞാൻ തന്നെ ഇരുന്ന് ആസ്വദിച്ചിരുന്ന് കണ്ടു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വില്ലേജ് കുക്കിംഗ് ചാനൽ എന്നും പറഞ്ഞിട്ടും തമിഴ്നാട്ടിലാണ് കേട്ടോ അവർ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും കുറച്ച് നേരമൊക്കെ കണ്ട് അമ്മ ഇങ്ങനെ എന്തം വിട്ട് കുന്തം വിഴിക്കണക്ക് ഇവന്മാരിത് എന്തൊക്കെയായി ചെയ്ത് കൂട്ടുന്നേ എന്നുള്ള രീതിയിൽ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഭയങ്കര കൊതുവായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ പറഞ്ഞു അയ്യോ ഇന്ന് കുന്തിരിക്ക ഇട്ട് പുകച്ചില്ല, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചാൽ അമ്മ അപ്പോഴേ കുന്തിരിക്കമൊക്കെ ഇട്ട് പുകച്ചു. എന്നിട്ട് അതും കുറച്ച് നേരം ബിരിയാണിയുടെ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ബിരിയാണി കഴിക്കണമെന്ന് തോന്നി. ഇങ്ങനെ നാളെ കപ്സ വയ്ക്കാനുള്ളൊരു പരിപാടി അങ്ങനെയൊക്കെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മളിന്ന് രാവിലെ കഴുകിയ തുണിയെല്ലാം വൈകിട്ട് പോയി പറക്കി എല്ലാം സെറ്റ് ചെയ്ത് അപ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് തുണിയെല്ലാം മടക്കി വെക്കാൻ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ബുക്ക് കാണുന്നത്. ഇത് കുറേ നാളായിരുന്നു കേട്ടോ. ഇത് എൻ്റെ അനിയത്തിയുടെ ബുക്കാണ്. ഞാൻ കളമച്ച പോയിട്ട് വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അതിനൊരു നല്ലൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും കണ്ടതല്ലേ, കണ്ട സ്ഥിതിക്ക് എവിടെയെങ്കിലും നമുക്ക് എഴുതി ഇങ്ങനെ കുത്തി വരയ്ക്കുക എന്നുള്ളൊരു നമ്മളെ ഹോബിയായി പോയല്ലോ. ആ സ്ഥിതിക്ക് എന്തായാലും എവിടെയെങ്കിലും കുത്തി വരയ്ക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കണ്ട എന്തൊക്കെയോ എഴുതി ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ പേര് കമ്പളിൻ വ്ളോഗ് എന്ന് എഴുതി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നും എഴുതി. അതോടുകൂടി അത് അവിടെ വെച്ച് നിർത്തി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്ന വീഡിയോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എനിക്കിപ്പോൾ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. അതായത് എനിക്ക് എന്നും വീഡിയോ ഇടണം അല്ലെങ്കിൽ എന്നും എൻ്റെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങളും ആക്റ്റീവാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എല്ലാം നമ്മൾ മറ്റൊരാളുടെ സംസാരിക്കുമ്പോഴത്തേക്ക് സ്ട്രെസ്സൊക്കെ കുറയുമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയണവരുണ്ട്, അല്ലാതെ പറയാത്ത മനസ്സിൽ വെച്ചേക്കുന്നവർ. അത് പലർക്കും പല സ്വഭാവമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ നിങ്ങളുടെ ഒരു ദിവസം അത് എന്നെ കണക്കായിരുന്നോ, അത് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നോ, അത് ഭയങ്കര ഹാപ്പി ആയിരുന്നോ, എങ്ങനെയാണെന്നുള്ളത് അതും കൂടി കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. അതുപോലെ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്നെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും അതുപോലെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനും ശ്രമിക്കുക. നിങ്ങളുടെ ഓരോരോ കമൻറ്റാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ എന്തായാലും അത് നോക്കി ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കാം.
പിന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഈ സ്പോട്ടിൽ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കമൻറ്റ് ചെയ്ത് സ്പെഷ്യലായിട്ട് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ അടുത്ത് ആയിഷ ചേച്ചി കുറേ വട്ടം പറഞ്ഞായിരുന്നു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമോ എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ എനിക്ക് കമൻറ്റ് കുറേ പേരിട്ട്. അതുപോലെ തന്നെ എസ്പെഷ്യലി ആയിഷ ചേച്ചി, ഞാൻ എന്തായാലും ആയിഷ ചേച്ചിക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ കറക്റ്റായിട്ടും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം.